സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദുവിൻ്റെയും ദേവികയുടെയും വിവാഹ വാർഷികം നല്ലോണം തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ഗിരീഷിനൊക്കെ കൂടി തീരുമാനിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് അവരെല്ലാവരെയും തന്നെ ക്ഷണിച്ചിട്ടുമുണ്ട്. ആ ക്ഷണനത്തിൽ ചന്ദ്രമതിയും പെടും. ചന്ദ്രമതി ആണെങ്കിൽ നമ്മളുടെ ത്യാഗരാജനെ വിളിച്ചിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ത്യാഗരാജൻ സ്വഭാവമൊക്കെ മാറി നന്നായി എന്നുള്ളൊരു വിചാരത്തിലാണ് ചന്ദ്രമതി അത് ഏർപ്പാട് ചെയ്യുന്നത്. പക്ഷേ ത്യാഗരാജൻ ചന്ദ്രോത്തുകാരെ തകർക്കാൻ തക്കം പാർത്ത് നടക്കുകയാണെന്നുള്ള വിവരമൊന്നും ചന്ദ്രമതിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കുന്നത് ഒരു നല്ല ഒന്നാന്തരം ബോംബ് തന്നെയാണ്. പിന്നീട് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ദേവികയുടെയും നന്ദുവിൻ്റെയും വിവാഹ വാർഷികം നല്ല രീതിയിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നന്ദുവിനെയും കൊണ്ട് എവിടെയോ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നേരത്തെ വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അവർ വൈകി തന്നെ വരുള്ളൂ. കാരണം നന്ദുവിനെ ഒരിക്കലും വിവാഹ വാർഷികത്തിൽ പങ്കെടുപ്പിക്കരുതെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ അരുന്ധതി നിൽക്കുന്നത്. പിന്നീട് നമ്മളുടെ അരുന്ധതി പോകുന്ന സമയത്ത് ദേവികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ബിൻസിനെ ഒന്ന് സഹായിച്ചേക്കണം, ഋഷി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിയേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അരുന്ധതി പോകുന്നത്. ഇതെല്ലാം അരുന്ധതി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നെ ദേവികയോട് പറയുന്നതുമാണ്. പിന്നീട് അരുന്ധതിയൊക്കെ പോയതിനു ശേഷം ദേവിക ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടതും ബിൻസി വേഗം തന്നെ ഋഷിക്കുള്ള ഫുഡൊക്കെ ആയിട്ട് മേളിലോട്ട് പോകുന്നുമുണ്ട്. അതിനുശേഷം മേളിൽ നിന്നും ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്ന സമയത്ത് ദേവിക ഇതെന്തായിരിക്കുമോ മേളിൽ നിന്ന് സൗണ്ട് കേൾക്കണേന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മേളിലേക്ക് പോയി നോക്കണം എന്നൊക്കെ ദേവികയ്ക്ക് ഉണ്ടെങ്കിലും ദേവികയ്ക്ക് ഒരു മടിയാണ്. കാരണം ഋഷി അവിടെ ചെന്ന് കഴിയുമ്പം ദേവികയുടെ കയ്യെ പിടിക്കുകയും അങ്ങനെ ലീന എന്നും വിളിച്ചുകൊണ്ട് ഋഷിയുടെ കാമുകിയാന്ന് തെറ്റിദ്ധരിച്ച് ദേവികയോട് അതുപോലെ പെരുമാറുകയൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ ദേവികയ്ക്ക് അങ്ങോട്ട് പോകാനും ഋഷിക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ദേവിക കയറി പോകണമൊന്നുമില്ല. ആ സമയത്ത് ബിൻസി താഴേക്ക് ഇറങ്ങി വന്നിട്ട് വിളിക്കുന്നുണ്ട്, ദേവിക ഒന്ന് മേളിലേക്ക് വരുമെന്ന് ചോദിക്കണു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഋഷി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കണില്ല, ദേവിക കൊടുക്കുകയാണെങ്കിൽ കഴിക്കുമല്ലോ എന്ന് പറയണു. ആ സമയത്ത് ദേവിക മടിച്ച് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഞാൻ കൊടുക്കുക, മേഡം തന്നെ കൊടുത്തു എന്ന് പറയുമ്പം ഇല്ല ഞാൻ കൊടുത്തിട്ട് അവൻ കഴിക്കണില്ല, ഇതിനു മുമ്പ് ഞാൻ കൊടുക്കുമ്പോൾ കഴിക്കാണ്ടായിട്ട് ദേവിക കൊടുത്തിട്ടല്ലേ കഴിച്ചത്, അതുകൊണ്ട് ഒന്ന് കൊടുക്കുക, ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കൊടുക്കാനല്ലേ എന്ന് പറയണു. അങ്ങനെ ദേവിക മടിച്ച് ഋഷിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റിൽ ഫുഡൊക്കെ ആയിട്ട് ഋഷിക്ക് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഋഷി വേഗം തന്നെ ലീ എന്നും പറഞ്ഞുകൊണ്ട് ദേവികയുടെ കയ്യെ കയറി പിടിച്ച് വലിച്ച് ബെഡിലോട്ട് ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്താ ഋഷി കാണിക്കണ, കയ്യേന്ന് വിടുന്ന് പറഞ്ഞിട്ട് ഋഷി എന്ത് ചെയ്താൽ കയ്യേന്ന് പറഞ്ഞില്ല. ആ സമയത്ത് ബിൻസി പറയുന്നുണ്ട്, അത് സാരമില്ല ദേവിക ഫുഡൊക്കെ ഋഷിക്ക് കൊടുക്ക്, എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കട്ടെ, മേഡം പ്രത്യേകം പറഞ്ഞിട്ട് പോയതാ ഫുഡും കൊടുത്ത് മരുന്നൊക്കെ കൊടുക്കണമെന്ന്. ആ സമയത്ത് ദേവികയാണെങ്കിൽ ഫുഡൊക്കെ ഋഷിക്ക് വാരി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ബിൻസി ആണെങ്കിൽ വലിയൊരു പണി ഒപ്പിക്കുന്നുണ്ട്. അവൾ ആ രംഗങ്ങളെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ദേവിക അറിയണില്ല. ദേവിക ഋഷിക്ക് ഫുഡ് കൊടുക്കണ ശ്രദ്ധയിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ദേവിക പോകാൻ ശ്രമിക്കുമ്പം ഋഷി പോണ്ട എന്നുള്ള ഇതിൽ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവികയുടെ കയ്യെ കയറി പിടിച്ച് ബലമായിട്ട് അവിടെ നിർത്തുന്നുണ്ട്. പിന്നീട് ദേവിക ഒരു പ്രകാരം ഋഷിയുടെ കയ്യൊക്കെ പിടിപ്പിച്ച് താഴോട്ട് പോകുന്നുണ്ട്. ദേവിക പോയതിന് ശേഷം നമ്മളുടെ ബിൻസി ആണെങ്കിൽ ആ വീഡിയോ നമ്മളുടെ അരുന്ധതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരുന്ധതി ഈ സമയത്ത് നന്ദുവിൻ്റെ കൂടെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അരുന്ധതി ദേവികയെക്കുറിച്ചൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ദേവിയെ കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനാണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു രഹസ്യവും ഇല്ല, ഞാനും ദേവിയും ഒരേ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്നു. ഈ സമയത്താണ് നമ്മളുടെ അരുന്ധതിയുടെ ഫോണിലോട്ട് ഈ ദേവികയുടെ ആ വീഡിയോ ചെല്ലുന്നത്. അത് കണ്ടതും അരുന്ധതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ചന്ദ്രോത്തുകാരെ തകർക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണല്ലോ ഇപ്പോൾ കയ്യിലോട്ട് കിട്ടിയിരിക്കുന്നത്. ഋഷിയും ദേവികയും തമ്മിൽ അരുതാത്ത എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നന്ദുവും ദേവികയായിട്ടുള്ള ബന്ധം തകരുമെന്നൊക്കെ അരുന്ധതിക്ക് അറിയാം. അതിനു വേണ്ടി തന്നെ കണ്ടാണ് ഈ ബിൻസി ഈ വീഡിയോ പിടിച്ച് അരുന്ധതിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതും. ഇതൊന്നും നമ്മുടെ നന്ദു ആണെങ്കിൽ അറിയണില്ല. നന്ദു ദേവികയെക്കുറിച്ച് വാരിയും കോരി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, സാധാരണ ദേവിക അധികമൊന്നും സംസാരിക്കാത്ത കുട്ടിയാണ്. ഇന്ന് ഞാൻ നന്ദനെക്കുറിച്ച് പറഞ്ഞപ്പം ദേവിക വാതോരാതെ നന്ദനെക്കുറിച്ച് സംസാരിച്ചു. ദേവിക നന്ദനെ നന്ദൂന്നാണ് വിളിക്കണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, ദേവി മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ, ബാക്കി എല്ലാവരും എന്നെ നന്ദാന്നാണ് വിളിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
പിന്നീട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നേരത്തെ പോകണമായിരിക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ ആ പോകണം, ഞാൻ CP സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നേരത്തെ തന്നെ പോകാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞതെന്ന് പറയുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ വെറും സ്വപ്നം മാത്രമാണ്, ഇന്ന് നീ ആ വെഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ ചന്ദ്രോത്താണെങ്കിൽ ഫംഗ്ഷനുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. പ്രഭാവതി വന്നിട്ട് ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി ഗിരീഷ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, മേഡം സമാധാനമായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതിനും ഭംഗിയായിട്ട് തന്നെ നടക്കും, ഞാൻ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നന്ദുവും ദേവികയും ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന് പറയുന്നു. ആ സമയത്താണെങ്കിൽ നമ്മളുടെ മാധവനും രാധികയും അതുപോലെ ശാരികയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ വന്നതും ചേച്ചിയും നന്ദേട്ടനും വന്നില്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അവർ വരാനുള്ള സമയമാകുന്നതേ ഉള്ളൂ, ഇന്ന് കുറച്ച് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ചോദിച്ചിട്ട് നേരത്തെ വരാമെന്നും പറഞ്ഞാൽ മോള് പോയിരിക്കുന്ന, നേരത്തെ വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണു. എന്തായാലും നിങ്ങൾ അകത്തേക്ക് ചെല്ല്, അവിടെ രജനിയും ഭാർഗവിയും ഗൗരിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മളുടെ ദേവിക നന്ദുവിൻ്റെ ഒപ്പം ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും നന്ദു വരണില്ല. അപ്പോൾ നന്ദുവിന് കോൾ ചെയ്യുമ്പം അരുന്ധതി വണ്ടിയിലുള്ളത് കൊണ്ട് തന്നെ നന്ദുവിനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുമ്പം അരുന്ധതിക്ക് അത് കണ്ടിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, അവൾ വിളിക്കാൻ ചെല്ലാൻ വേണ്ടി വിളിക്കണേയായിരിക്കും, എന്തായാലും നീ ഇന്ന് ചെന്നിട്ട് അവൾ പോവുകയുമില്ല, ഇന്ന് ആ വെഡിങ് ആനിവേഴ്സറി അവിടെ നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി ചെന്നേക്കാണ്. അപ്പം ബോംബുണ്ടാക്കിയ ആൾക്കാരോട് ത്യാഗരാജൻ പറയുന്നുണ്ട്, അത് നല്ലൊരു ഗിഫ്റ്റ് പാക്കറ്റിലാക്കി തരണം, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അതൊന്ന് പാക്ക് ചെയ്ത് തന്നെന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല സാറേ, ഞങ്ങൾ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തന്നെ ഇത് പാക്ക് ചെയ്ത് തന്നേക്കാം. അങ്ങനെ നമ്മുടെ ത്യാഗരാജനാണെങ്കിൽ ആ ബോംബൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. പിന്നീട് ഗിരീഷിനെയൊക്കെയാണ് കാണിക്കുന്നത്. ഗിരീശൻ പറയുന്നുണ്ട്, എന്തായാലും മേഡം ഇതുവരെ ദേവികയെ നന്ദു എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഞാനൊന്ന് ദേവിക്ക് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് വേഗം പ്രഭാവതി ഫോണെടുത്ത് ദേവിക്ക് വിളിക്കുന്ന സമയത്ത് ദേവിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ 1-2 പ്രാവശ്യം വിളിക്കുമ്പം ദേവിക ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെ ഇതുവരെ നിങ്ങൾ വരാത്തതെന്ന് ചോദിക്കുമ്പം, അത് അമ്മേ ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി, പിന്നെ നന്ദു വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നന്ദുവിനെ കാണുന്നില്ല, ഞാൻ നന്ദുവിനെ വിളിച്ചു നോക്കി, നന്ദു ഫോൺ എടുക്കണില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും, എന്നാലും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാ ഇന്ന് കുറച്ച് നേരത്തെ വന്നം, നമുക്ക് വീട്ടിലോട്ട് പോകാനുള്ളതാണ്, എന്താണാവോ നന്ദു വരാത്തതെന്നൊക്കെ ഇങ്ങനെ വേവലാതിയോടുകൂടി ദേവിക പറയുമ്പം മോള് ടെൻഷനാവണ്ട, എന്തായാലും നന്ദു വന്നില്ലെങ്കിലും മോള് ഒരു ഓട്ടോ പിടിച്ചും കൂടി പോരെ, നന്ദു വരട്ടെ, നന്ദുവിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രഭാവതി നന്ദുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. സമയത്ത് നന്ദു ആണെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയമായിട്ട് ഇങ്ങനെ ഫോൺ ബെല്ലടിക്കുന്നത് കൊണ്ട് തന്നെ നന്ദു അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, മേഡം കുറേ നേരമായി ഫോൺ ബെല്ലടിക്കണു, ഞാൻ ആരാന്നൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കണു. അങ്ങനെ ആ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നന്ദു വേഗം തന്നെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയതിന് ശേഷം ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ദേവികയുടെയും അതുപോലെ പ്രഭാവതിയുടെ ഒക്കെ ഒരുപാട് മിസ് കോൾ വന്ന് കിടക്കണ കാണുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അമ്മയെ ദേവിയെ വിളിച്ച് ഒന്ന് തിരിച്ച് വിളിച്ചോട്ടെ മേഡം എന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ചോ എന്ന് പറയുന്നു. അങ്ങനെ നന്ദു തിരിച്ച് വിളിക്കുന്ന സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നന്ദ നീ എവിടെയാ, ഫംഗ്ഷൻ തുടങ്ങാൻ ഇനി അധികം സമയമൊന്നുമില്ല, ദേവിയും എത്തിയിട്ടില്ല, ദേവി അവിടെ നിന്നെ കാത്ത് നിൽക്കാന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അമ്മേ എനിക്ക് കൃത്യസമയത്തിന് എത്താൻ പറ്റുമെന്ന് തോന്നണില്ല, ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഒരുപാട് കിലോമീറ്റർ ദൂരത്താണ് നിൽക്കണേന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അത് രാവിലെ തന്നെ പറഞ്ഞതല്ലായിരുന്നു നേരത്തെ വരണമെന്ന്, പിന്നെ എന്താ അങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പം അത് രാവിലെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇത്രയും വൈകുമെന്നൊന്നും പറഞ്ഞില്ല, ഒരു സ്ഥലത്ത് പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചില തടസ്സങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് തിരിച്ചെത്താൻ പറ്റിയില്ല, ഞാനിപ്പോൾ എൻ്റെ മേഡത്തിനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, ഇനി എപ്പോഴാണ് തിരിച്ചു വന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ അരുന്ധതി മനസ്സിൽ പറയുന്നുണ്ട്, എടി പ്രഭാവതി നീ അങ്ങനെ ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കണ്ട, നിന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല, എന്തായാലും ഇന്നത്തെ ഫംഗ്ഷൻ അലങ്കോലമാകും, എല്ലാവരും വരുമ്പോൾ അവിടെ ദേവികയും ഉണ്ടാവില്ല, നന്ദു ഉണ്ടാവില്ല, നിങ്ങൾ മാത്രമായിട്ട് ഫംഗ്ഷൻ നടത്തേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ചന്ദ്രമതി വിളിക്കുന്നുണ്ട്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ത്യാഗരാജ ഗിഫ്റ്റൊക്കെ വാങ്ങിയില്ലേ, നീ എപ്പോഴാണ് അങ്ങോട്ട് പോകണേന്ന് ചോദിക്കുമ്പം ഗിഫ്റ്റൊക്കെ റെഡിയാണ് ചേച്ചി, ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയണു. എന്നാൽ പിന്നെ നീ വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് ചെല്ലുക, അവിടെ സഹായത്തിന് വേറെ ആരും ഇല്ലല്ലോ, ഗിരീഷിനും നീയൊക്കെ അല്ലേ ഉള്ളൂ അവരെ സഹായിക്കാമെന്ന് പറയുമ്പം എന്നാൽ ഞാൻ ഇപ്പം തന്നെ പോകാൻ ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ത്യാഗരാജൻ ആ ബോംബൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ത്യാഗരാജൻ ചന്ദ്രോത്ത് വന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രഭാവതിയൊക്കെ ഓടിച്ചെന്ന് ത്യാഗരാജനെ സ്വീകരിക്കുന്നുണ്ട്. കാരണം
ത്യാഗരാജൻ നല്ല സ്വഭാവമായി എന്നുള്ള വിശ്വാസത്തിലാണ് ഇവരെല്ലാവരും നിൽക്കണേ. പക്ഷെ ത്യാഗരാജൻ ആണെങ്കിൽ നല്ലൊരു ബോംബുമായിട്ടാണ് വന്നേക്കണേന്നൊന്നും അവർക്കറിയില്ല. എന്തായാലും ഗിഫ്റ്റ് നന്ദുവും ദേവികയും വന്നതിന് ശേഷം മാത്രമായിരിക്കും ത്യാഗരാജൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കുമെന്നൊന്നും ഈ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.